നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിന്നേ നാടൻ മാമ്പഴം ഉപ്പിലിടാൻ പോവാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരും എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ എങ്ങനെ മാമ്പഴം ഉപ്പിലിടുന്നതെന്ന്. അതുകൊണ്ടും കൂടെയാ ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് കേട്ടോ. മാമ്പഴമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരുന്ന ഇത് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു ഞാനേ. അതിപ്പം എടുത്ത് പുറത്ത് വെച്ചതാ. ഞാനേ കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് വെച്ച മാങ്ങ ഇപ്പോഴും എനിക്ക് ഇരിപ്പുണ്ട്. ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുക കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട മാമ്പഴം ഇരിപ്പുണ്ട്. ഐസായിട്ട് ഇരിക്കുവാണേ. അവിടെ ഇരുന്നോളൂ. നമുക്ക് വേണ്ടിയപ്പോൾ ഇതെടുത്ത് നേരത്തെ പുറത്ത് വെച്ചാൽ മതി. അപ്പം ഇത് എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും. വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാം നമുക്ക് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചാൽ. നമുക്ക് ഇപ്പം മാമ്പഴം ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ വറ്റൽമുളക്, അത് ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് എടുക്കാം. അളവൊന്നും ഞാനിപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നില്ലേ. 2 കുടം വെളുത്തുള്ളി അതെടുത്തൊന്ന് നൈസായിട്ടുള്ള തൊലി കളഞ്ഞിട്ട് കട്ടിയുള്ള തൊലി അവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചതച്ചെടുത്ത് വെച്ചിരിക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ഉലുവ, ഒരു കഷ്ണം കായവും ഉലുവയുമാണ് ഇതിന്റെ മെയിൻ കേട്ടോ. കടുക്, നല്ലെണ്ണ, കറിവേപ്പില, ഉപ്പ് ഞാനിതിൻ്റെ ഇവിടെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഉപ്പിനകത്തിലെ ചെളി കണ്ടോ, അത് പൊടിയായാലും കല്ലുപ്പായാലും, ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് തന്നെ ഇതിനകത്തിൽ വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ മാമ്പഴം തിളച്ച വെള്ളത്തിലൊരു 5 മിനിറ്റ് ഇട്ട് വെക്കണം. കാരണം പ്രത്യേകിച്ച് ഇത് ഫ്രീസറിലും കൂടെ വെച്ചിരുന്നതുകൊണ്ട്. അതെന്തിനാ അങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മാങ്ങ ഉപ്പിലിടുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളിത് വേവിക്കുന്നില്ലല്ലോ. അപ്പം ഈ ഭരണിയുടെ നമ്മൾ ഇട്ട് വെക്കുന്ന ബോട്ടിലിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളത്തിൽ താന്ന് കിടക്കത്തില്ല, മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അതുകൊണ്ടാണ് അങ്ങനെ ആ തിളച്ച വെള്ളത്തിൽ ഇടുന്നത്. അതൊന്ന് വാടി ഉള്ളൊക്കെ ഒന്ന് ചൂടായി വരുവാണെങ്കിൽ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ മാമ്പഴം നമ്മൾ ഉപ്പിലിട്ട് വെക്കുമ്പോഴില്ലേ ഇങ്ങനെ പുളിച്ചിട്ട് ഇങ്ങനെ പതഞ്ഞ് കൊമള പോലെ മുകളിലേക്ക് വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി ഇടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പുളിച്ചു പൊങ്ങി ഇതാവത്തില്ല. അപ്പൊ നല്ല ഇതൊക്കെ ഇങ്ങനെ വെന്തിട്ട് അല്പം ഒന്ന് വാടി ഉള്ളൊക്കെ ഒന്ന് വെന്തിട്ട് ഇങ്ങനെ പതഞ്ഞു പൊങ്ങാതെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും. ഭരണിയൊക്കെ ഒന്ന് തുറക്കുമ്പോൾ തന്നെ എന്തോ മണമാണെന്നറിയാം. പഴങ്കഞ്ഞി കുടിക്കാനും ചോറുണ്ണാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പം ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, പുറത്ത് അടുപ്പിൽ വിറകൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് കിടക്കുവാണേ. കണ്ടോ, ഇത് നമുക്ക് ഒരു ഉരുളിയിലേക്ക് ഒഴിക്കാം. ഇതിനകത്തിൽ ഉപ്പൊന്നും ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളം മാത്രം. 5 മിനിറ്റ് കിടക്കട്ടെ. മാങ്ങയൊക്കെ കണ്ടോ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ മസാല കൂട്ടൊന്ന് തയ്യാറാക്കാം കേട്ടോ. നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് മതി. ഞാൻ വിനാഗിരി ഒന്നും ഇങ്ങനെയുള്ള അച്ചാറിനോ മാമ്പഴം ഉപ്പിലിടുന്നതിനോ ഒന്നിനും ചേർക്കാറില്ല കേട്ടോ. കഴിവതും വിനാഗിരിയൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ്. കടുകിട്ട് കൊടുക്കാവേ. ഉലുവ ഇട്ട് കൊടുക്കാവേ. എന്താ ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കായമില്ലേ, അതും കൂടി ഇടാവേ. പൊടിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇട്ട് വേണേ. ഇതിന് ഇഞ്ചി ഫ്രീസറിൽ വെച്ചിരുന്ന ഇഞ്ചിയാണേ. അതുകൊണ്ടാ ഒരു പൊട്ടലും ചീത്തലും ഒക്കെ. പക്ഷെ ഫ്രീസറിലൊക്കെ വെച്ചിരുന്നാലേ ചിരണ്ടി എടുക്കാൻ എളുപ്പമുണ്ട്. ടേസ്റ്റിനൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ഫ്രഷ് കറിവേപ്പില. എന്തോ വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും ഉലുവയും കായം എന്തോ മണമാണെന്നറിയോ. ഞാൻ എപ്പോഴും മണം ഇതുള്ളത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കും. അപ്പൊ തന്നെ വായിക്കൂടെ വെള്ളം വരിക. കുട്ടി ക്യാമറാമാനൊക്കെ ഇവിടെ ഒന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന റെക്കോർഡ് ചെയ്താ കേട്ടോ. തിളച്ച വെള്ളത്തിലിട്ടിരുന്ന മാമ്പഴമില്ലേ, അതൊന്ന് കോരി വെക്കാവേ. കണ്ടോ, അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നല്ലപോലെ കഴുകി വെച്ചിരുന്നതാ, എന്നാലും എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടല്ലേ. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുവാണേ. കളറിനെ ഒരു അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. തിളച്ച എണ്ണയ്ക്കകത്തിലോട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കായമൊക്കെ കണ്ടോ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് പൊടിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇട്ടേക്കുവാ കേട്ടോ. വെള്ളത്തിനകത്തിൽ കിടന്നങ്ങ് അലുത്തോളും. തിളപ്പിച്ച് വെച്ചിരുന്ന ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇച്ചിരി ഉപ്പ് വേണം താനും, എന്നാലേ ആ മാമ്പഴത്തേലോട്ടൊക്കെ പിടിക്കത്തുള്ളേ. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് അന്നേരം ഉള്ള മാമ്പഴം ഇട്ട് വെക്കുന്ന ആ ഭരണിയില്ലേ, അതിനകത്തിൽ 3/4 ഭാഗം വെള്ളം വേണം. കാരണം ഈ മാമ്പഴത്തിനകത്ത് നിന്ന് കുറച്ച് ജ്യൂസ് ഇറങ്ങും. അല്ലെങ്കിൽ ഫുള്ളങ്ങ് ഒഴിച്ചു വെച്ചാലില്ലേ ഭരണിയുടെ മുകളിൽ കൂടെ കവിഞ്ഞൊഴുകുവാണ്, പുറത്തേക്ക് വരും. അത് എണ്ണമയമെല്ലാം കൂടെ. എണ്ണമയമൊക്കെ അല്പം മുകളിൽ പൊങ്ങിക്കിടക്കണം.
ഇതിനെയും തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒത്തിരി ഒന്ന് തണുത്തിട്ട് നമുക്ക് മാമ്പഴം ഭരണിയിലേക്ക് പെറുക്കിയിട്ടിട്ട് ഈ വെള്ളം കൂടെ അതിനകത്തിൽ ഒഴിക്കണം. ഇത് കണ്ടോ, ഇനി സ്റ്റീൽ കപ്പും കൊണ്ട് ഇതിനകത്തിലേക്ക് കോരി ഒഴിക്കാം. നല്ല ഉണങ്ങിയ ഒരു ഭരണിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനായതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും വെള്ളമയം ജലാംശം ഒട്ടും ഇല്ലാത്ത ഭരണിയൊക്കെയാണ് നല്ലത് കേട്ടോ. പൂപ്പലൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഈ വക്കിൽ പറ്റുന്ന ആ വെള്ളവും എണ്ണമയം ഒക്കെ ഇല്ലേ, അത് നമുക്കൊന്ന് നല്ല ടിഷ്യൂവോ നല്ല ടവൽ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ഉടച്ച് കൊടുക്കണം. നമുക്കിനി മാമ്പഴം ഓരോന്ന് പെറുക്കിയിട്ട് കൊടുക്കാവേ. നല്ലതുപോലെ തണുത്തിട്ടേ അടച്ചു വയ്ക്കാവുള്ളൂ. വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ബാക്കി മസാലയും കൂടെ നമുക്ക് ആ വെള്ളവും എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. നമ്മളെടുത്ത വെള്ളവും ഇതെല്ലാം കറക്റ്റായിരുന്നു കണ്ടോ. അളന്നൊന്നും അല്ല എടുത്തത്, എങ്കിലും തീറ്റി അഭ്യാസി ആനയെ എടുക്കുന്ന പഴഞ്ചൊല്ലില്ലേ, അതുപോലെ. വലിയ അഭ്യാസിയൊന്നും അല്ല, ഞാൻ വെറുതെ ഒരു കോമഡിക്ക് പറഞ്ഞതാ കേട്ടോ. കണ്ടോ, ഇത്രയും എങ്കിലും കാലി ഇത് കിടക്കണം. ഇത്തിരി വെള്ളം കൂടെ ഉണ്ട്, അതോടെ ഒഴിക്കണം. പക്ഷെ ഇത്രയെങ്കിലും കിടക്കണം, കാരണം ഈ മാമ്പഴത്തിനകത്ത് നിന്ന് ജ്യൂസ് ഇറങ്ങും. കണ്ടോ, മാമ്പഴം താന്ന് കിടക്കുന്നുണ്ടോ. അല്ലെങ്കിൽ ഇത് വാടിയില്ലെങ്കിലില്ല, ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അതുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിലിട്ട് വാട്ടിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴം ഉപ്പിലിട്ടത് റെഡിയായി. ഇത് തണുത്ത് കഴിഞ്ഞ് ഇത് അടച്ചു വെക്കാവുള്ളൂ. വർഷങ്ങളോളം കേടുകൂടാതെ ഇത് സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിലൊക്കെ വെക്കുവാണെങ്കിൽ. ഇപ്പൊ കേടാവാതെ വർഷങ്ങളോളം നമുക്ക് മാമ്പഴം ഉപ്പിലിട്ടത് സൂക്ഷിക്കാം. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ആരെങ്കിലും ഒക്കെ പുറത്തുനിന്ന് വിദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് നമുക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതൊന്നും അവർക്കൊന്നും അവിടെയൊന്നും കിട്ടണമെന്നില്ലല്ലോ. ചിലപ്പോൾ കിട്ടുമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതാ, നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തിരി സ്ഥലം വേണമെന്ന് പറഞ്ഞ ഇതിന്ന് ജ്യൂസ് ഇറങ്ങും. അനുഭവമാണ് ഗുരു എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് ഇതുപോലെ അനുഭവം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഒരു 3/4 ഭാഗം ഇട്ട് വേണം നമ്മൾ മാമ്പഴമൊക്കെ ഉപ്പിലിട്ട് വയ്ക്കുമ്പം ഭരണിയുടെ ഒരു 1/4 ഭാഗം ഇങ്ങനെ കാലിയായിട്ട് കിടക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴേ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.